ഞാൻ ഹൈക്കോർട്ടിന്റെ സമയത്താണ് ആദ്യമായിട്ട് കേസ് മെന്ററായിട്ട് നേരിട്ട് അസോസിയേറ്റ് ചെയ്യുന്നത്. വീഡിയോസ് ഒക്കെ യൂട്യൂബിൽ ഹൈക്കോർട്ട് എക്സാമിന്റെ സമയത്തും കണ്ടിട്ടുണ്ട്. പിന്നെ ഇപ്പം പഞ്ചായത്ത് സെക്രട്ടറിക്കാണെങ്കിലും ഹൈക്കോർട്ടിനാണെങ്കിലും ഒരുപാട് സോഴ്സസ് ഞാൻ ഡിപ്പെൻഡ് ചെയ്യാൻ പോയിട്ടില്ല. അപ്പം എന്താണ് സിലബസിൽ പറഞ്ഞേക്കുന്നത് അതിന് എന്റെ ലോജിക്ക് വെച്ച് എവിടെയൊക്കെ സോഴ്സ് ഉണ്ടാവും. പിന്നെ സിലബസ് മൊത്തത്തിൽ അനലൈസ് ചെയ്തിട്ടുള്ളൊരു പഠനമായിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോഴാണ് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കെ എസ് മെന്ററിന്റെ ഒരു ലീഗൽ വൊക്കാബുലറിയുടെ ഒരു വീഡിയോ ഞാൻ യൂട്യൂബിൽ കണ്ടിരുന്നു. അതിന്ന് 2 ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു ഹൈക്കോർട്ടിന്. 100 ക്വസ്റ്റ്യന് 2 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അപ്പോൾ അപ്പൊ ഇന്റർവ്യൂവിന്റെ സമയത്ത് എനിക്കൊരു എക്സ്പീരിയൻസ്, ഒരു ഫോമൽ ഇന്റർവ്യൂ ആയിട്ട് മുന്നേ എക്സ്പീരിയൻസ് ഇല്ല. അപ്പം എനിക്ക് ഇവിടെ ഒരു ഓപ്ഷൻ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. അന്നൊരു റിട്ടയർഡ് ജഡ്ജ് ആയിരുന്നു ഇന്റർവ്യൂ എടുത്തത്. സാറ് ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിരുന്നു. ഇവിടെ നിന്നും നല്ല സപ്പോർട്ടായിരുന്നു. അത് എനിക്ക് ഇന്റർവ്യൂവിന് 8.5 ഉണ്ടായിരുന്നു ഹൈക്കോർട്ടിൻ്റെ. അതും ആദ്യത്തെ ഒരു ഇന്റർവ്യൂവിന് ഞാൻ ആദ്യം നല്ല ടെൻസ്ഡ് ആയിരുന്നു. പിന്നെ നമ്മൾ ആ കോൺഫിഡൻസ് വീണ്ടെടുത്തു സംസാരിച്ചു എന്നുള്ളതാണ്. ഇവിടുത്തെ ട്രെയിനിങ് ഹെൽപ്ഫുൾ ആയിരുന്നു. ഓക്കെ, അപ്പം ഹൈക്കോർട്ടിന്റെ ഇവിടത്തെയും ഹൈക്കോർട്ടിന്റെ ഇന്റർവ്യൂവിലും എനിക്ക് ആ ഒരു ആദ്യത്തെ ടെൻഷൻ മാറി. മൊത്തത്തിലൊരു ബോർഡിനെ അഭിമുഖീകരിക്കുന്ന ടെൻഷൻ മാറിയായിരുന്നു. പക്ഷെ എന്നാലും നമ്മൾ എത്ര മാറി എന്ന് പറഞ്ഞാൽ ആ ഒരു സമയത്ത് നമുക്ക് എന്റെ ശബ്ദം താഴ്ന്നു പോയി. പിന്നെ ചിരിച്ചില്ല. ഞാൻ ഇപ്പൊ ചിരിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ അവിടെ ചിരിച്ചില്ല. അപ്പം ഇന്റർവ്യൂ കഴിഞ്ഞപ്പം ബോർഡ് മെമ്പേഴ്സ് പറഞ്ഞു, ഇങ്ങനെ ചിരിക്കണം, ഇത്ര നേരം ചിരിച്ചില്ലല്ലോ എന്ന് പറഞ്ഞു. പിന്നെ ശബ്ദത്തിന്റെ കാര്യം പറഞ്ഞു. പിന്നെ നമ്മൾ ഡാഫിൽ എഴുതുന്ന കാര്യങ്ങളിൽ ക്ലാരിറ്റി ഉണ്ടാകണം എന്ന് പറഞ്ഞു. പിന്നെ പഞ്ചായത്ത് സെക്രട്ടറിയുടെ മെയിൻ സാധനങ്ങൾ, സ്കീംസ്, ബാക്കി പ്രോഗ്രാംസ്, സെക്രട്ടറിയുടെ ഉത്തരവാദിത്തങ്ങൾ, ഇതിനൊന്നും എനിക്ക് ഇപ്പോഴും ക്ലാരിറ്റി ഇല്ല. അതിനെ പറ്റിയിട്ട് പറഞ്ഞു മെയിനായിട്ട്.